ഹലോ, എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലെ എല്ലാവരും അബിയെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വളരെ വൈകിയാണെങ്കിലും അബി വരുന്നുണ്ട്. ഇങ്ങനെ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ എല്ലാവരും അബിയെ നിർത്തി പൊരിക്കുന്നുണ്ട്. മുല്ലപ്പൂവ് വാങ്ങാനാണ് അബി പോയത്. പക്ഷേ അബിയുടെ കയ്യിൽ മുല്ലപ്പൂ ഒന്നും കാണുന്നില്ല. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മുല്ലപ്പൂ വാങ്ങാനല്ലേ പോയത്, എന്നിട്ട് മുല്ലപ്പൂവ് എവിടെ? അപ്പോൾ അബി പറയുന്നുണ്ട്, എല്ലായിടത്തും നോക്കി, പക്ഷേ കിട്ടിയില്ല മുത്തശ്ശ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എടാ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളത്രം പറയും. അപ്പോൾ അജയനും പറയുന്നുണ്ട്, നിനക്ക് മുല്ലപ്പൂ വാങ്ങണമെങ്കിൽ ഇന്നലെ രാത്രി വാങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പോയിട്ട് വാങ്ങണമായിരുന്നു. അതിനിടയ്ക്ക് മുത്തശ്ശിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവർ കൊണ്ടുത്തരുമായിരുന്നില്ലേ? പിന്നെ നവ്യയും ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ എങ്ങോട്ടാ പോയത്? അപ്പോൾ അബി മാറ്റി പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ദൈവങ്ങളെയും കൂട്ടുപിടിച്ച് കള്ളത്തരം പറയണ്ട. പിന്നെ മുത്തശ്ശൻ, എടി ജലജെ, ഒരു കാലത്തും നീയും നിൻ്റെ മകനും മാറാനൊന്നും പോകുന്നില്ല. നിന്നെ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് നിൻ്റെ ഭർത്താവ് നിന്നെ വിട്ടു പോയത്. അതിനിടയ്ക്ക് മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട്, അതുപോലെ നവ്യമോൾ ഇവനെ വിട്ടു പോകുമെന്ന് നീ വിചാരിക്കേണ്ട. ഇവൻ വഴിവിട്ടു നടക്കുകയാണെങ്കിൽ ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. നവ്യമോളും കുഞ്ഞും ഇവിടെ തന്നെ കാണും. എന്നിട്ട് ജയൻ അബിയോട് പറയുന്നുണ്ട്, എടാ 7-ാം മാസം മോളെ വിളിച്ചു കൊണ്ട് പോകുമ്പോഴെങ്കിലും അല്പം മാന്യത കാണിച്ചുകൂടെ നിനക്ക്? അപ്പോൾ അനിയും പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു വരുമായിരുന്നല്ലോ മുല്ലപ്പൂവ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് ആരോടും പറയാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് അവൻ മുല്ലപ്പൂവ് വാങ്ങാനൊന്നുമല്ലല്ലോ പോയത്. അതിനായിരുന്നു പോയതെങ്കിൽ അത് അവൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു. ഇനി അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നീ ഒന്നിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ ഇവളെയും വിളിച്ച് എങ്ങോട്ട് പോകുക? 1 മിനിറ്റ് അമ്മ എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ വിളിച്ചു കൊണ്ടുപോയാൽ നിനക്കെന്താ ദേവയാനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ റൂമിലെത്തി ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വാങ്ങിച്ച മുല്ലപ്പൂ നീ അവൾക്ക് കൊടുത്തേക്ക്. അപ്പോൾ നയന പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അബിയെ കൊച്ചാക്കുന്നത് പോലെ ആകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറയുന്നത്? അവൻ കൊച്ചാകണം. അവൻ്റെ സ്വഭാവത്തിന് അവനെ മറ്റുള്ളവരുടെ മുൻപിൽ മാനം കെടുത്തുക തന്നെ വേണം. അവളിനി കുഞ്ഞുമായിട്ട് വരുമ്പോഴെങ്കിലും അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങണം. അവൻ എന്തൊക്കെയോ ടെൻഷനുണ്ട്, ഒന്നിക്കൽ പെൺവിഷയം അല്ലെങ്കിൽ സാമ്പത്തികം. അപ്പോൾ നയന പറയുന്നുണ്ട്, സാമ്പത്തികമായാൽ മതിയായിരുന്നു, പെൺവിഷയമാകാതിരിക്കട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും നീ ആ പൂവ് എടുത്ത് നവ്യക്ക് കൊടുക്ക്. എന്നിട്ട് നയന മുല്ലപ്പൂവ് നവ്യയുടെ തലയിലേക്ക് ചൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ദേഷ്യത്തോടെ അബിയെ നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ അബിയെ നോക്കി പറയുന്നുണ്ട്, മോള് ദേഷ്യത്തോടെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? മുല്ലപ്പൂവാണെങ്കിലും അത് നീ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേക സുഗന്ധവും സൗന്ദര്യവും ഉണ്ടാകും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെനിക്ക് വിധിച്ചിട്ടില്ല മുത്തശ്ശ. അങ്ങനെ ഓരോരുത്തരായി നവ്യക്ക് പിന്നെ മധുരം കൊടുക്കുകയാണ്. പിന്നെ ജലജക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നിട്ട് ജലജ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ എല്ലാവരും കൂടി കോമാളിയാക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനവൻ നിന്ന് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നെ അബി വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ്. എപ്പോഴാ മറ്റവൾ കയറി വരിക എന്നറിയില്ല. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലാണ് അബിയുള്ളത്. എങ്കിലും നയനോട് കുറച്ച് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയെയും നന്ദുവിനെയുമാണ്. അവരേതായാലും നബിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നയനയെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ കള്ളത്തരം പൊളിക്കാൻ കഴിയുള്ളൂ. നമ്മളെ പറ്റിച്ച് അതേ നാണയത്തിൽ തന്നെ നമ്മളും തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. അപ്പോൾ കനക പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അമ്മയും മരുമകളുടെയും അഭിനയം കണ്ടില്ലേ? പിന്നെ കാണിക്കുന്നത് പ്രൊമോ എപ്പിസോഡാണ്. പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് ആദർശിനെയും ജയനെയും ദേവയാനിയെയുമാണ്. ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, നയന അവളുടെ വീട്ടിലേക്ക് പോയാൽ ആദർശിന് അവളെ കാണാതിരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവനും ചിലപ്പോൾ അവളെ കാണാൻ അങ്ങോട്ടേക്ക് പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നീ അവനെ കുറ്റമൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പോലും നീ അവളെ പറ്റി നല്ലതൊന്നും അല്ലല്ലോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ടാകില്ലേ? പിന്നീട് കാണിക്കുന്നത് കനകയെയും നന്ദുവിനെയുമാണ്. കനക ചോദിക്കുന്നുണ്ട്, മോളെ നന്ദു അവർ വിടുമോ?
വിടുവാണെങ്കിൽ അമ്മായിയമ്മയെയും മരുമകളെയും ശ്വാസം മുട്ടിച്ച് വിടണമെന്ന് പറയുകയാണ് നന്ദു. പിന്നെ വിഷമിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ട് പ്രൊമോ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.